വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാദരണീയരായിട്ടുള്ള നേതാക്കളെ, ഡെപ്യൂട്ടി സ്പീക്കറും MLA-മാരും അടക്കം ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയ സഖാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ആദ്യമേ നിങ്ങൾ ഓരോരുത്തർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. കേരളത്തിൻ്റെ സമാദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അല്പസമയത്തിനകം നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിച്ചേരും. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികം 5ാം വർഷത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. 1ാം പിണറായി വിജയൻ സർക്കാരും 2ാം പിണറായി വിജയൻ സർക്കാരും, 2 സർക്കാരുകളും കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ 9 വർഷം നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർത്തിയാക്കുകയാണ്. 9 വർഷം മുൻപുള്ള സാഹചര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. പത്തനംതിട്ട ജില്ലയെ മാത്രം നോക്കുക. നമ്മൾ നിൽക്കുന്നത് ജില്ലാ ആസ്ഥാനത്താണ്, പത്തനംതിട്ടയുടെ. 9 വർഷം മുൻപ് ഈ ജില്ലാ ആസ്ഥാനത്ത് ഒരു റോഡ് പോലും BM&BC ടാറിങ് ചെയ്തിരുന്നില്ല. ഇന്ന് ആറന്മുള ഉൾപ്പെടെ, പത്തനംതിട്ട ജില്ലാ ആസ്ഥാനം ഉൾപ്പെടെ, ആറന്മുള ഉൾപ്പെടെ നമ്മുടെ 5 നിയോജക മണ്ഡലം, കോന്നി, റാന്നി, അടൂർ, തിരുവല്ല, 5 നിയോജക മണ്ഡലങ്ങളിലും ഒന്നാന്തരം അടിസ്ഥാന സൗകര്യം മലയോര ഹൈവേ കിഫ്ബിയിലൂടെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആരോ കരിങ്കൊടി കാണിച്ചു എന്ന് പിന്നീട് എഴുതി കാണിക്കുന്നത് കണ്ടു. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നിർമ്മിച്ച റോഡിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്തത് എന്നുള്ളത് അവരൊന്ന് ഓർക്കണമായിരുന്നു. അതിന് തൊട്ടിപ്പുറത്തൊരു ജില്ലാ സ്റ്റേഡിയമുണ്ട്. അതിനു മുൻപ് 3 ഗവർണർമാർ ഇപ്പുറത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിന് വന്ന് കല്ലിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ കുഴിച്ചു നോക്കിയാൽ ആ കല്ല് കാണാം. അവിടെ ഇതാ 50 കോടി രൂപയുടെ കിഫ്ബിയിലൂടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അനുവദിച്ച ഫണ്ട് കൊണ്ട് അവിടെ ജില്ലാ സ്റ്റേഡിയം ഒന്നാന്തരമായിട്ട് നിർമ്മിക്കുകയാണ്. ഒന്ന് കണ്ണു തുറന്ന് കാണണമായിരുന്നു. ജനറൽ ആശുപത്രി 46 കോടി രൂപയുടെ നിർമ്മിക്കുന്നു. KK നായർ സാറിൻ്റെ പേരിലുള്ളതാണ് കേട്ടോ ആ ജില്ലാ സ്റ്റേഡിയം. നമ്മുടെ 5 നിയോജക മണ്ഡലങ്ങളും നോക്കുക. 5 നിയോജക മണ്ഡലങ്ങളിലും അടൂരിൽ നമ്മുടെ കൊടുമൺ സ്റ്റേഡിയം യാഥാർത്ഥ്യമായി 15 കോടി രൂപ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചത്. നമുക്കൊരു സിന്തറ്റിക് ട്രാക്ക് ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരു 9 വർഷം മുൻപൊന്ന് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ഒരു നെഞ്ചുവേദന ഉണ്ടായാൽ പത്തനംതിട്ടയിൽ നമുക്ക് ചികിത്സിക്കാൻ സംവിധാനമുണ്ടാകുമെന്ന്. പത്തനംതിട്ടയിൽ കാത്ത് ലാബ് സാധ്യമായി. എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർദ്രം മിഷനിലൂടെയാണ് നമുക്ക് സാധ്യമായത്. ഒരു മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയുടെ സ്വപ്നമായിരുന്നു. അത് യാഥാർത്ഥ്യമായി. കോന്നി താലൂക്ക് ആശുപത്രി, അടൂർ താലൂക്ക് ആശുപത്രി, റാന്നി താലൂക്ക് ആശുപത്രി, മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി, തിരുവല്ല, അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ, ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും മികച്ച രീതിയിലുള്ള ക്രമസമാധാന പാലനം രാജ്യത്ത് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നതാണ് കേരളം. ഏവർക്കും വേണ്ടി കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ 14 ജില്ലകളിലും അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, വ്യവസായ മേഖലയിൽ, കാർഷിക മേഖലയിൽ, അങ്ങനെ സർവതല സ്പർശിയായിട്ടുള്ള വികസനമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 9 വർഷം മുൻപ് ചുമതലയേൽക്കുമ്പോൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അവിടെ നിന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടത്തി.
പൂട്ടിക്കിടന്ന സ്ഥാപനങ്ങൾ ഓരോന്നായി തുറക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. ഇന്ന് കേരളത്തിൽ രാജ്യത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നുള്ളതാണ്. അതിന് പ്രതിരോധിക്കാൻ എന്തൊക്കെ ശ്രമങ്ങൾ നടന്നു. അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അതൊക്കെ വെറുതെയാണ് എന്നുള്ളത്. പക്ഷേ അത് വളരെ കൃത്യമായ ആസൂത്രണത്തിലൂടെ 14 ജില്ലകളിലും സാധ്യമാക്കിക്കൊണ്ട് കേരളത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതാക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ 9 വർഷം മുൻപ് സർക്കാർ സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടായിരുന്നു. ഡിവിഷൻ ഫോൾ ഉണ്ടാകുമായിരുന്നു. എയ്ഡഡ് സ്കൂളുകളിൽ, സർക്കാർ സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവിടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഉൾപ്പെടെ സാധ്യമാക്കിക്കൊണ്ട് ഹൈടെക് സ്കൂളുകളായിട്ട് നമ്മൾ പരിവർത്തനപ്പെടുത്തി. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ 9 വർഷക്കാലം അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും, പല പ്രോജക്റ്റുകളും നിശ്ചയദാർഢ്യത്തോടെ കേരളത്തിൽ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചു. ഗെയിൽ പാചകവാതക പൈപ്പ് ലൈൻ, അത് പൂട്ടിക്കെട്ടിയ ഫയലാണ്, ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനു മുൻപുള്ള സർക്കാർ അടച്ചുവെച്ച ഫയൽ അത് തുറന്നുകൊണ്ട് അത് സാധ്യമാക്കി. കേരളത്തിൽ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അത് സാധ്യമാക്കി. അതുപോലെ കേരളത്തിൽ ദേശീയപാത വികസനം കേരളത്തിൽ സാധ്യമാക്കിക്കൊണ്ട് ഇപ്പോൾ വളരെ ത്വരിതവേഗത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. പല റീച്ചുകളും പൂർത്തിയായി കഴിഞ്ഞു. അതിവേഗം NHൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുകയാണ്. അതും നടക്കില്ല എന്ന് കരുതി, നടക്കില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞതാണ് അതിനു മുൻപത്തെ സർക്കാർ. കിഫ്ബിയിലൂടെ മലയോര ഹൈവേയും തീരദേശീയ ഹൈവേയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, പ്രിയപ്പെട്ടവരെ, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി ക്രിയാത്മകമായി നടപ്പിലാക്കുന്ന സർക്കാരാണ് കേരളത്തിലെ. ഓരോ വർഷവും സർക്കാർ പൂർത്തിയാകുമ്പോൾ ജനസമക്ഷം പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കും. നോക്കൂ, ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, ബഹുമാന്യരായിട്ടുള്ള ജനങ്ങളോട് ഇത് നടപ്പിലാക്കുമെന്നുള്ളത് പറഞ്ഞിരുന്നു. അതിൽ ഇത്ര കാര്യങ്ങൾ ഞങ്ങൾ പൂർത്തിയാക്കി. ജനസമക്ഷം സുതാര്യമായി ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും ഇവിടുത്തെ സാന്നിധ്യം അത് തീർച്ചയായിട്ടും ഈ സർക്കാരിന് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന പിന്തുണയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട്, ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ.